ദുബായിക്ക് നമ്മൾ 5:20 ഇറങ്ങി. ഇനി നമ്മള് മാളൂട്ടി കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങും. എല്ലാ സെറ്റപ്പും അച്ഛൻ വണ്ടി ഓടിക്കണു, മാളൂട്ടി ഉറങ്ങാൻ പോണു, ഞാനും ഉറങ്ങാൻ പോണു. നമ്മള് നമ്മുടെ വണ്ടിക്ക് തന്നെയാണ് പോണത്. ഏകദേശം എപ്പോ ചെല്ലുവെച്ചാ ബോർഡറിൽ തിരക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ 10-10:30 ആകുമ്പോഴത്തേനും ചെല്ലും. അപ്പൊ നമുക്ക് ദുബായില് 4 ദിവസം ഉണ്ടാവും. 5 ഡേയ്സ് 5ാമത്തെ ദിവസം തിരിച്ചു വരും. അടിച്ചു പിടിക്കാം. ഓക്കെ. വെളുപ്പിനെ ആയായിരുന്നു, ഒരു തിരക്കും ഇല്ലായിരുന്നു. 1-2 വണ്ടികളല്ലാതെ നമുക്ക് ബ്ലോക്ക് ഒന്നും വരാൻ പാകത്തിനുള്ള തിരക്കില്ലായിരുന്നു. സുഖയാത്രയാണ്. അതുകൊണ്ടാണ് വെളുപ്പിനെ തന്നെ നമ്മൾ പോകുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ നേരെ വെളുത്തു തുടങ്ങി. 6:20 ബോർഡർ എത്തിന്നാട്ടോ തോന്നണേ. ബോർഡറാണോ? ദുബായ് കേട്ടിരിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗൈസ്. അങ്ങനെ നമ്മൾ ദുബായിലോട്ട് എൻട്രൻസ് കേറിയിരിക്കുകയാണ്. ദുബായ് ഡ്യൂട്ടി ഫ്രീ. ദിസ് ഈസ് ദ ദുബായ് കാർ ഇൻഷുറൻസ്. എവിടെയാ? ഗേറ്റ് നമ്പർ 4 കാർ ഇൻഷുറൻസ്. സിഗ്നൽ റെഡാ. എവിടുന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ഒമാൻ ബോർഡർ കഴിഞ്ഞു, ദുബായ് ബോർഡർ ചെക്കിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ദുബായിലേക്ക്. ദുബായ് ആണ് ഇത് ഓൾറെഡി. Continue straight to stay on Dubai Hata Road E44. Continue on Dubai Hata Road for 7 kilometers. എന്നിട്ട് ആ വഴി അങ്ങോട്ട് പോകും. അതല്ല ഞാൻ പറഞ്ഞു, രണ്ടാണ്. അങ്ങനെ നമ്മൾ ദുബായിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ദുബായ് ബോർഡറാണ് കാണുന്നത്. നെറ്റൊക്കെ ഇട്ടടിച്ചാണ്. അതാ അപ്പുറത്തെ മസ്കറ്റ് ബോർഡർ, അല്ല ഒമാൻ ബോർഡർ, ഇപ്പത്തെ ദുബായ് ബോർഡർ. അതേടാ ബോർഡർ ചെക്ക് പോസ്റ്റ്. ശരിക്കും നമ്മളിപ്പോ ദുബായിലാണ്. ഇനി വരെ നോക്കി ഈസിയാവും. എല്ലാം കമ്പ്യൂട്ടറിൽ ഫീഡല്ല. അപ്പൊ അവർക്ക് ചുമ്മാ പേര് മാത്രം അടിച്ചു കൊടുത്താൽ എല്ലാം കിട്ടുമായിരിക്കും. നമ്മൾ ദുബായിലോട്ട് കടന്നു. ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇനിയുണ്ടോ? This is Dubai. Welcome to Dubai. പാസ്പോർട്ട് എടുത്തു വെച്ചോ. എല്ലാം എടുത്തു.
പേപ്പറിലൊക്കെ എടുത്ത് വെക്കാം. 100 എല്ലാം എടുത്ത് വെച്ചു. സ്പീഡ് മര്യാദക്ക് നോക്കി പോയില്ലെങ്കിൽ ഫൈൻ പടപടോ. ഞങ്ങള് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ദുബായിലേക്ക് എത്തി. ആരും എന്താ റിയാക്ഷൻ ഇല്ലാണ്ടിരിക്കുന്നത്? എനിക്ക് വിശക്കട്ട് ഞാൻ രാവിലെ 4 മണിക്ക് 5 മണിക്ക് 4:30 എന്നിട്ടിട്ട് ഇപ്പൊ സമയം 9:13 ഞാൻ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. നല്ല പെട്ടെന്നെല്ലാം കഴിഞ്ഞു. ചെക്കിംഗ് ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതന്നെ. ഇനി ഞങ്ങൾ ബുർജ് ഖലീഫയുടെ തുമ്പ് നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരുപാട് കാലത്തിന് ആഗ്രഹം സാധിക്കുകയാണ്. അടിപൊളി. അതിന് നമുക്കിങ്ങനെ ഇത് ബുർജ് ഖലീഫ കാണുമ്പോ ഞങ്ങൾ അതുവഴി കാണിച്ചു തരാം. അപ്പൊ അതാ നമ്മൾ ദുബായിലേക്ക് കടക്കുന്നു. കിട്ടിയോ? ശരി, കിട്ടി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആളെന്നെ കഴിച്ച മാളു ബിരിയാണി ചിക്കൻ കഴിച്ചു. ഞങ്ങൾ അപ്പവും ചിക്കൻ കഴിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ പരിപാടികളൊക്കെ ക്ലോസ് ചെയ്തു. നമ്മൾ ദുബായ് ബോർഡർ കഴിഞ്ഞ് കുറച്ച് കയറി എത്താറായി. നമ്മുടെ സ്ഥലത്ത് എത്താറായി. തൂണിന്റെ പേരിൽ അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ദുബായിലെത്തി. ബുർജ് ഖലീഫയുടെ ഒരു തുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ ചെന്നതിന് ശേഷം വേണം നമുക്ക് എല്ലാം കാണാൻ. ഭയങ്കര മാറരുത്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. ഇവിടെ പച്ച ബോർഡാണ്. എത്ര പക്ഷെ ഇത് നമ്മൾ കാണുന്നത്ര വലിപ്പം ക്യാമറയിൽ കിട്ടും. എനിക്ക് നന്നായിട്ട് കാണാം. ചറപറ മിനിറ്റിനാണ്. നമ്മൾ എത്രയൊക്കെ പിന്നെ ഉണ്ടാവും. Slight left, then turn left onto Abu Bakr Al Siddiq Road. സ്ലൈറ്റ് ലെഫ്റ്റ്. അതുവരെയും പറയണ്ടല്ലേ. Turn left onto Abu Bakr Al Siddiq Road, D78. Come, mane kone shumchi. 2 കിലോമീറ്റർ 3 മിനിറ്റ്. നമ്മൾ ഹോട്ടലിൽ എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. ക്ലീനിങ് പ്രൊസീജിയർ എന്തോ ആണ്. ആ സമയം കൊണ്ട് ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി. ഇടയിൽ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ ചായ കിട്ടണേ നോക്കട്ടെ. മഴ കണ്ടോ, ഒരൊറ്റ ഇല പോലും. നല്ല കാറ്റാട്ടോ. അപ്പുറം കടലാന്ന് പറഞ്ഞു. അതായത് നല്ല കാറ്റാ. ഹോട്ടലിൻ്റെ റൂം ചെക്കിങ്ങിലാണ്. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിൽ. അപ്പോൾ വെയിറ്റ് ചെയ്യണ സമയത്ത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വെയിറ്റിങ്ങിലാണ്. റൂം റെഡി ആയിട്ടില്ല. റൂമിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിൽ. ഇത് ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ കേരള സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ട് അവർ.
അങ്ങനെ കുറേ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ റൂം ഓക്കെ ആയി. നമ്മളിത് റൂമിലെത്തി. എല്ലാവരും ഒന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല, റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകാമെന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ദുബായിലോട്ടുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇനി ഓരോ സ്ഥലത്ത് പോകുന്ന വീഡിയോ ഓരോരോ വീഡിയോ ആയിട്ടാണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ. ബൈ ബൈ.